ആര്യങ്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ 96 ദേശമാണ് ഈ ആര്യങ്കാവ് അമ്പലം. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ, അതായത് ഒറ്റപ്പാലം മുതൽക്ക് തോട്ടക്കര മറ്റേ മുണ്ടായി വരെ ഉള്ള ദേശക്കാരുടെ കുതിരകളാണ് ഇവിടെ ഇനി വരാൻ പോകുന്നത്. അതുപോലെ പണ്ടാര ഈ കുടിൽ കെട്ടിയിട്ടുണ്ട്. അത് കെട്ടിയ എന്താണ് കാരണം വെച്ചാൽ പറയാൻ വെളിച്ചപ്പാട് വരും. പറയാൻ വെളിച്ചപ്പാട് വന്നാൽ ആ കുടിൽ കെട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞു പോയാൽ വെടി പൊട്ടിയാൽ ഇവിടെ കൂറ ഇട്ടു എന്നുള്ളതാണ് ചടങ്ങ്. പക്ഷേ ആൾക്കാർ ചോദിക്കും കൂറ ഇട്ടു എന്ന് വെച്ചാൽ കൂറ അതല്ല, ഇവിടെ ഈ പൂത്തിന് മുകളിലിടാവുന്ന സമ്പ്രദായമാണ്. അപ്പോൾ 1 മുതൽക്ക് 21 ദിവസമുള്ള കഥ രാവണ മുതൽക്ക് അവസാനം വരെയുള്ള കഥയാണ് ഉണ്ടാവുക. അതൊന്ന്. പിന്നെ ഒന്നാമത് ഓരോ ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതിനൂര്, വെള്ളിയാട്, റാങ്ങാലി, ചെറാട്ടുകുലം, വടക്കുമുറി, തെക്കുമുറി, മുണ്ടായ, കാരക്കാട്, കവളപ്പാറ, കള്ളേക്കാട്, മുണ്ടായിക്കൊടി. ലാസ്റ്റാണ് ഈ മുണ്ടായിക്കൊടി. അപ്പോൾ ഇങ്ങനെ ഇത്ര കുതിരകളെന്ന് പറഞ്ഞാൽ 14 കുതിരകളാണ് ഇവിടെ ആകെ. അപ്പോൾ തലേ ദിവസം വരുന്നത് കുതിരക്കളി ഏപ്രിൽ 3 കുതിരക്കളി. ആ കുതിരക്കളിക്ക് ദിവസം 8 കുതിര വരും. പിന്നെ ഏപ്രിൽ 4 കുതിര 6 കുതിരകൾ വരും. അപ്പോൾ മൊത്തം 14 കുതിരകളാണ് നമ്മുടെ ഈ 96 ദേശത്തിൽപ്പെട്ട കുതിരകൾ വരിക. ഈ മുണ്ടായക്കുടിച്ച് പണ്ടാര കുതിര എന്ന് പറയും. ചെറുകാട്ടുകുളത്ത് നിന്ന് വരുന്ന പണ്ടാര കുതിരയാണ്. ഈ മുണ്ടായക്കുടിച്ച് വന്നില്ലെങ്കിൽ ഇവിടെ ആര്യങ്കാവിൽ പൂരം ഇല്ലയെന്നാണ് കേൾക്കുന്നത്. ഈ 2 കുതിരയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. അതാണ്. അപ്പം അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും പറയാനില്ലെങ്കിലും 48 കൊല്ലം, ഇത് വന്ന് 41ാമത്തെ കൊല്ലമാണ്. 1977 ആയതാണ് വെളിച്ചപ്പാട്. പക്ഷേ കുറച്ച് വിവരങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ്. എനിക്ക് വയസ്സ് 75ആയി. ഇപ്പോൾ ഇനി അടുത്ത കൊല്ലത്തേക്കാണ് 59, 60 പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ള ഈ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത്രയും